സൗദിയിലെ കമ്പനിയുടെ തൊഴിലാളികളുടെ ഒരു സംഗമം കോഴിക്കോട് നടക്കുകയാണ്. തൊഴിലാളികളെന്ന് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിൽ UCIC എന്ന് പറയുന്ന കമ്പനിയിൽ ജോലി ചെയ്ത തൊഴിലാളികൾ, അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന തൊഴിലാളികൾക്ക് കോഴിക്കോട് അവരുടെ ഒരു സംഗമം, അവർക്ക് വേണ്ടി ഒരു സൽക്കാരം ഒരുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള ജോലിക്കാരല്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ജോലി ചെയ്ത് അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നവർക്ക് വീണ്ടും ആ കമ്പനി അവരെ കൈവിടുന്നില്ല, വീണ്ടും അവരെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ പ്രത്യേകത. എന്താണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് പിന്നിലെന്ന് അതുമായി ബന്ധപ്പെട്ടവർ തന്നെ പറയും. ആ കമ്പനിയുടെ CEO, UCIC എന്ന കമ്പനിയുടെ CEO ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. We are conducting it for our old employees who worked for the company maybe 10 years, 20 years before. They created the foundation of this company. So whatever we are doing today, it's based on that foundation, that what we are working. So we are remembering and celebrating their work, their legacy of the past. Yeah, what we do is we try to, first the preference is given to their kids if they are qualified. So the first preference is given to our old employees' kids. I remember during Corona, we had installed a website where the people who had left us, if they were in some kind of a financial distress, we were able to reach out to them. And we try to maintain a medical fund, and we do have a medical committee. Even if today they have got some kind of a medical urgency, God bless, God forbid that they do have it. But if they have some kind of a medical urgency, we still reach out to them and try to help whatever the best that we can do. Because these are the people who created the foundation of this organization. എന്തായാലും ഇവർ പിരിഞ്ഞു പോന്നാലും ഈ ജീവനക്കാർ ഒറ്റയ്ക്കല്ല, അല്ലെങ്കിൽ അവിടെ തൊഴിലെടുത്തവർ ഒറ്റയ്ക്കല്ല എന്നാണ് ഈ കമ്പനി വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. മാത്രമല്ല ഇവിടെ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഫിലിപ്പീൻസിലും അവിടെ ജോലി ചെയ്ത് മറ്റ് രാജ്യക്കാരുള്ള സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഇപ്പോൾ മലയാളി കൂടിയായ കമ്പനിയുടെ പ്രതിനിധി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ഈ പരിപാടിയുടെ ലക്ഷ്യം? എന്തൊക്കെ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്? ഇത് ഈ കമ്പനി എന്ന് പറഞ്ഞാൽ വളരെ വെൽഫെയർ ഓറിയൻറ്റഡ് ആണ്, എംപ്ലോയീസ് ഓറിയൻറ്റഡ് ആണ്. യു ക്യാൻ സി അവിടെ ഒരു തീമുണ്ട്, യാനൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് എലോൺ. അതാണ് കമ്പനിൻ്റെ മെയിൻ തീം. നമ്മളെ കമ്പനിയിൽ നിന്ന് മുമ്പ് 25 വർഷം മുമ്പൊക്കെ റിട്ടയർ ചെയ്ത് പോയ, 30 വർഷം റിട്ടയർ ചെയ്ത് പോയ ആളുകൾക്ക് അവരുടെ ഫാമിലി അവരെ എത്രമാത്രം വെൽഫെയർ ആണ്, അവർ വെൽബീയിങ് ആണ് എന്നുള്ളതാണ് കമ്പനിയുടെ മോട്ടോ. അവർ പിരിഞ്ഞു പോയാലും അവർ സ്വന്തമാണ് UCICൻ്റെ. അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ മെഡിക്കൽ സപ്പോർട്ട്, അവരുടെ ജോലി, കമ്പനി എന്തെങ്കിലും ഒരു ഓപ്പണിംഗ് വന്നാൽ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ പിരിഞ്ഞു പോയ ആളുടെ മക്കൾക്കാണ്. കണ്ടമാന ആളുകൾ UCIC മാനേജ്മെൻറ്റ്, മിസ്റ്റർ മോനിഷ് റിക്കി ആൻഡ് സിയാദ് ഉദിയാനി, അവർ VP ആണ്, അവർ CEO ഓഫ് ദ UCIC ആൻഡ് ഇൻ സൗദി അറേബ്യ ആൻഡ് UAE ഇൻ ഗ്രൂപ്പ് കമ്പനി CEO മിസ്റ്റർ മോനിഷ് റിക്കി, അവരും പിന്നെ സിയാദ്, ഇവർ 2 പേരാണ് നമ്മൾ പിരിഞ്ഞു പോയ എല്ലാ എംപ്ലോയീസിനും വളരെ ഹെൽപ്ഫുള്ളായി. മറ്റേതെങ്കിലും കമ്പനി ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഇല്ല, ഒരു കമ്പനി സൗദി അറേബ്യയിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഫസ്റ്റാണ്, ആദ്യത്തെ കമ്പനി ചെയ്യുന്നത്. എന്താണ് നിങ്ങളിതിന് പരിപാടിക്ക് എത്തിയവരാണ്, എന്താണ് അഭിപ്രായം? നിങ്ങൾ അവിടെ ജോലി ചെയ്ത കാലം, അതിനുശേഷം ഇവിടേക്ക് എത്തി, എന്താണ് അഭിപ്രായം? തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. ഇവിടുന്ന് ഒരു പ്രഖ്യാപനം നടന്നു, വി ആർ നോട്ട് എലോൺ. ദാറ്റ് മീൻസ് വി ആർ we are still, I mean, we are very lucky. We can say that we are the luckiest people in the world here. So we are thankful Sir Monish and Sir Ziad they granted to us this opportunity. And once again, thanks for them. അവിടെ നിന്ന് പിരിഞ്ഞു പോരുമ്പോൾ, നിങ്ങളുടെ ജോലി ഇതാണെന്ന് വിചാരിക്കുന്നു, അവിടെ നിന്ന് പിരിഞ്ഞു പോരുമ്പോൾ ഇങ്ങനെ ഒരു സംഗമം ഉണ്ടാവും, ഈ കമ്പനി കൂടെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരുന്നു? ഒരിക്കലുമില്ല. സൗദി അറേബ്യയിൽ ഇങ്ങനെ, സൗദി അറേബ്യ എന്നല്ല, ഇവിടെ ഇന്ത്യയിൽ തന്നെ ഇങ്ങനത്തെ ഒരു കമ്പനി ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായത്തിൽ. എല്ലാ ജില്ലക്കാരും ഉണ്ടോ? ഓൾമോസ്റ്റ് ഉണ്ട്. ഹൈദരാബാദ്, ബോംബെ ഒക്കെ ഉണ്ട്, ഇവരും ഇവിടെ ഉണ്ട്. ഇതിൽ കൂടുതൽ മലപ്പുറം, കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാരാണ്. ഒരു ഗുണം, അന്ന് ഒരുമിച്ച് വർക്ക് ചെയ്തവരെ വീണ്ടും കാണാൻ പറ്റുന്നു. കാണാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് 20-15 വർഷം ജോലി ചെയ്ത ആൾക്കാരാണ്. ഞങ്ങളെ വീട്ടുകാർക്ക് വരെ ഞങ്ങളെക്കുറിച്ച് അറിയില്ല, പക്ഷേ അതിലേറെ അറിയുന്ന ആൾക്കാരാണ് ഈ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഇപ്പോഴും ഞങ്ങൾ അവരെ ഓരോ കല്യാണങ്ങൾക്കും ഇതിനൊക്കെ ഒരുമിച്ച് കൂടുന്നുണ്ട്. അതുതന്നെയാണ് ഞങ്ങളെ ഏറ്റവും വലിയ നന്മ. ഈ അവിടെ ജോലി ചെയ്ത ജീവനക്കാർ മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങൾ കൂടി ഈ സംഗമത്തിനെത്തി എന്നുള്ളതാണ് പ്രത്യേകത. അവരെ കൂടി ഇതിൻ്റെ ഭാഗമാക്കുന്നു ഈ കമ്പനി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തോ ഒന്ന് ഇങ്ങനെ ഒരു പരിപാടിയെ പറ്റി എന്താ അഭിപ്രായം? അൽഹംദുലില്ലാ റാഹത്താണ്.
ഡ്രൈവറായിട്ട് അവിടെ കമ്പനി ഡ്രൈവറായിട്ട്. എന്താ ഇത്തരം ഒരു പരിപാടിയെ പറ്റി എന്താണ് അഭിപ്രായം? UCSC പറയാൻ എത്ര 16 വർഷമായി ഹസ്ബൻഡ് ഇപ്പോൾ അവിടുന്ന് എക്സിറ്റ് അടിച്ച് പോന്നിട്ട്. 16 വർഷമായി. എന്നാലും ഇവർ ഇത്ര ആദരിക്കുക പറഞ്ഞത് ഞാൻ ഇവിടെയും കേട്ടിട്ടില്ല. പിന്നെ അവരുടെ കൂടെ ഞങ്ങൾക്കും ഒരു പങ്കാളിയായി ഇവിടെ വരാൻ കഴിഞ്ഞതും അതിയായ സന്തോഷമുണ്ട്. ഞങ്ങൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എല്ലാവരും ഫാമിലിമാരെല്ലാവരും കൂടിയിട്ടാണ് എല്ലാത്തിലും പങ്കെടുക്കുന്നത്. അതെ എപ്പോഴും ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ പരിപാടി എടുത്തു പറയേണ്ട സംഗതി നേരത്തെ പറഞ്ഞതുപോലെ ഒരു കമ്പനി, സൗദിയിലെ കമ്പനി, അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്തിരുന്ന ജീവനക്കാർ അവരെ വീണ്ടും ഏതാണ്ട് 10-20 വർഷത്തിന് ശേഷം അവരെ വീണ്ടും ആ കമ്പനി ചേർത്ത് പിടിക്കുന്നു. അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി ഒരു ദിവസം ചെലവഴിക്കുന്നു. കമ്പനി തന്നെ അതിന് മുൻകൈ എടുക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. മാത്രമല്ല അവർ അന്ന് അവിടെ ജോലി ചെയ്തിരുന്നവരെല്ലാം ഇപ്പോഴും വർഷങ്ങൾക്കിപ്പുറവും പരസ്പരം ബന്ധമുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അതിന് കമ്പനി അവരോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇത്തരം പരിപാടികൾക്ക് മറ്റ് മാതൃകകളുണ്ടോ എന്നുള്ളത് സംശയമാണ്. നേരത്തെ പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും കമ്പനി ഇത്തരത്തിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അത് തന്നെയാണ് ഈ പരിപാടിയെ വേറിട്ടതാക്കുന്നത്. ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണിയോടൊപ്പം ഷബീർ ഒമർ, മീഡിയ 1 കോഴിക്കോട്.